خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായിട്ടുള്ള സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിഷ്ടപ്പെടുന്ന അവരുടെ യഥാർത്ഥ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഈ ഇഹലോകത്തിൽ വെച്ചിട്ട് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, നിഅമത്താണ് ഒരു പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാൻ സാധിക്കുക എന്നത്. അത് അല്ലാഹു നൽകുന്ന അപാരമായിട്ടുള്ള ഒരു സൗഭാഗ്യമാണ്. എത്രമാത്രം മഹത്തരമാണ് എന്ന് റമദാനിലുള്ള ജീവിതം അതൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായിട്ടുള്ള ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് രണ്ടാളുകൾ കടന്നു വരികയാണ്. രണ്ടുപേരും ഒരേ സമയം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളാണ്. അതിൽ ഒന്നാമത്തെ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധാരാളം ജിഹാദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്ന ധർമ്മസമരം നടത്തുന്ന മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടി ഷഹീദായി കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ആ കൂട്ടത്തിൽ രണ്ടാമത്തെ മനുഷ്യൻ അങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച ആളൊന്നുമല്ല, മറിച്ച് തന്റെ ജീവിതത്തിൽ അള്ളാഹുവും പ്രവാചകനും പഠിപ്പിച്ച നന്മകളൊക്കെ കൃത്യമായി കൊണ്ട് ചെയ്ത് അങ്ങനെ സാധാരണ ഒരു ജീവിതം നയിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതാകട്ടെ സാധാരണ രീതിയിലുള്ള മരണമാണ്. രണ്ടുപേരും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. അങ്ങനെ അതിനുശേഷം ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് ആ സ്വർഗത്തിന്റെ കവാടത്തിനരികിൽ ഈ രണ്ടാളുകളും എത്തുന്നു. രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യനുമുണ്ട്, സാധാരണ കിടന്നുകൊണ്ട് രോഗശൈലിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ള ആ മനുഷ്യൻ. എന്നാൽ ആ സ്വർഗത്തിന്റെ കവാടത്തിൽ നിന്ന് അവരെ ആനയിച്ചു കൊണ്ടുപോകുന്ന, ആദ്യമായി കൊണ്ട് സ്വർഗത്തിലേക്ക് അവിടെ പ്രവേശിപ്പിക്കപ്പെടുന്നത് ഈ രണ്ടാമത് മരണപ്പെട്ട മനുഷ്യനെയാണ്. സാധാരണ രീതിയിൽ മരിച്ചിട്ടുള്ള ഈ മനുഷ്യനെയാണ് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ആദ്യമായി കൊണ്ട് ക്ഷണിക്കപ്പെടുന്നതും അദ്ദേഹമാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷമാണ് രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യൻ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കുകയുണ്ടായി. ഈ ഒരു സംഭവം അദ്ദേഹം ഇങ്ങനെ തന്റെ അനുചരന്മാരുമായി കൊണ്ടൊക്കെ പറഞ്ഞു. വിഷയം പ്രവാചകന്റെ സന്നിധിയിലും എത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയെ വിളിക്കുകയും
എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്ന് ആരായുകയും ചെയ്തു. അപ്പോ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു സംഭവം ഇങ്ങനെ വിശദീകരിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ആ രണ്ടാമത്തെ മനുഷ്യൻ മരണപ്പെടുന്നത് ആദ്യത്തെ മനുഷ്യൻ മരിച്ച ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമല്ലേ? അദ്ദേഹം പറഞ്ഞു, ബല, അതേ പ്രവാചകൻ, അങ്ങനെ തന്നെയാണ്. ആ രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത് മരിച്ച ആള് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പം പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅദ്റക റമളാൻ ഫസ്വാമ വസല്ലാ കദാ വകദാ മിൻ സജ്ദത്തിൻ ഫിസ്സന. വീണ്ടും അദ്ദേഹത്തോട് അബൂ ത്വലഹത്ത് ഇബ്നു ഉബൈദില്ലയോട് പ്രവാചകൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വഅദ്റക റമളാൻ, അദ്ദേഹത്തിന് റമളാൻ കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഫസ്വാമ, നോമ്പെടുത്തിട്ടുണ്ടാവുമല്ലോ, വസല്ല, നമസ്കരിച്ചിട്ടുണ്ടാവുമല്ലോ, കദാ വകദാ മിൻ സജ്ദത്തിൻ ഫിസ്സന, ആ വർഷത്തിൽ അദ്ദേഹം നോമ്പെടുക്കുകയും സുജൂദുകൾ അധികരിപ്പിക്കുകയും അങ്ങനെ ഇന്ന ഇന്ന നന്മകളൊക്കെ ചെയ്തിരിക്കുകയും കാണുമല്ലോ. അവര് പറഞ്ഞു, പലു ബല, അതേ പ്രവാചകരെ. എങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഫമാ ബൈനകുമാ അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്. അങ്ങനെയാണെങ്കിൽ ആ രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യനും ഇദ്ദേഹവും തമ്മിലുള്ള അന്തരം എത്രമാത്രമാണെന്നറിയോ? അബ്അദു മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട്. ആ രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യരും ഒരു പരിശുദ്ധ റമദാനിൽ ജീവിച്ച മനുഷ്യനും ഒരു എക്സ്ട്രാ ഒരു റമദാൻ കൂടി അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത് അല്ലെ? ആ രക്തസാക്ഷിയായിട്ടുള്ള മനുഷ്യന് കിട്ടിയതിനേക്കാൾ ഒരു റമദാൻ കൂടി ജീവിക്കുവാൻ, അതിൽ അമലുകൾ ചെയ്യുവാൻ, അതിൽ നന്മകൾ മുന്നേറാൻ സാധിച്ചു എന്നതുകൊണ്ട് തന്നെ ആ രക്തസാക്ഷിയേക്കാൾ ഉന്നതമായിട്ടുള്ള ദറജയിലേക്ക് ഒരു പരിശുദ്ധ റമദാൻ കിട്ടിയ മനുഷ്യൻ ഉയരുന്നുവെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന മഹാസൗഭാഗ്യമല്ലേ ഒരു റമദാനിൽ കിട്ടുക എന്നത്, അല്ലെ? എത്ര ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറഞ്ഞു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലെ? പരിശുദ്ധ റമദാന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇന്നും നാളെയുമായിക്കൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വിട പറയുന്ന ആളുകൾ ഉണ്ടാവൂലേ? അല്ലെ? പത്രത്തിൽ, ഇന്നത്തെ പത്രത്തിൽ എത്ര ആൾക്കാരാണ് നമ്മളിങ്ങനെ കാണുന്നത്. നാളത്തെ പത്രത്തിലും അതേ ചർമ്മങ്ങളുണ്ടാവും, അതിലും ഒരുപാട് മുഖങ്ങളുണ്ടാവും, അല്ലെ? അങ്ങനെ തുടങ്ങി എത്രയും പരിശുദ്ധ റമദാൻ മുഴുവനും ജീവിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, അല്ലെ? ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ റമദാൻ കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായി, നിഅമത്തായി കൊണ്ട് നമ്മൾ കാണണം. ഇതിനു വേണ്ടിയിട്ടാ ഈ റമദാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ ഇങ്ങനെ ഒരു നോമ്പ് നിർബന്ധമാക്കിയത്? ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ആയത്തിറങ്ങുന്നത്. സൂറത്ത് ബഖറയിലെ 183-ാമത്തെ വചനം നമ്മളൊക്കെ മനഃപ്പാഠമാക്കിയിട്ടുള്ള വചനമാണ്, അല്ലെ? നമുക്കൊക്കെ അറിയുന്ന വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് മുമ്പുണ്ടായ സമുദായത്തിനും നിർബന്ധമാക്കിയതുപോലെ. നിങ്ങൾക്ക് മുമ്പും നോമ്പുണ്ടായിരുന്നു. ഏതുപോലെ? എന്തിനു വേണ്ടിയിട്ടാണത്? ലഅല്ലകും തത്തഖൂൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കേണ്ടത്, നോമ്പിന്റെ ലക്ഷ്യം അല്ലാഹു ഈ ആയത്തിന്റെ അവസാനത്തിൽ കൃത്യമായി കൊണ്ട് പറഞ്ഞു. ലഅല്ലകും തത്തഖൂൻ. എന്തിനു വേണ്ടിയിട്ടാ നോമ്പ്? നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ തെക്കുവയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ് നോമ്പ്. അപ്പൊ നോമ്പ് എന്ന് പറയുന്നത്, അതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ്. വേറൊന്നുമല്ല, തഖ്വ ഇതാണ് പരമപ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യം മറന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറാൻ പാടില്ല. നോമ്പ് കൊണ്ട് അല്ലാഹ് ലക്ഷ്യമാക്കുന്ന ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വഴുതി പോകാൻ പാടില്ല, അല്ലെ? ചില ആൾക്കാരൊക്കെ നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാ, അല്ലെങ്കിൽ നോമ്പ് എന്തിനാന്നുള്ളത്
ആ ലക്ഷ്യം മറന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ചില ആളുകളൊക്കെ നിർവഹിക്കുന്നത്. നമുക്ക് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് വലിയ വലിയ സൽക്കാരങ്ങൾ കഴിക്കുവാനും ധൂർത്തിന്റെയും ആർഭാടത്തിന്റെയും പൊങ്കച്ചത്തിന്റെയും പാർട്ടികൾ സംഘടിപ്പിക്കാനും ഒക്കെയാണ് നോമ്പ് എന്നുള്ള തലത്തിലേക്ക് നോമ്പിനെ കൊണ്ടുപോകുന്നവരുണ്ട്, അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ മറന്നുകൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു മാസക്കാലത്തെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ആണ്, ഒരു പരിശീലന കളരിയിലേക്കാണ് വിശ്വാസി സമൂഹം പ്രവേശിക്കാനിരിക്കുന്നത്. ഇന്നിപ്പോ അങ്ങനെയാണല്ലോ, എല്ലാത്തിനും ട്രെയിനിങ്ങുകളാണ്, എല്ലാത്തിനും കോച്ചിങ്ങുകളാണ്. എവിടെ നോക്കിയാലും ട്രെയിനിങ്ങും കോച്ചിങ് ക്ലാസ്സുകളുമാണ്. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരമായിട്ടുള്ള കോച്ചിങ്ങുകളാണ്. അപ്രകാരം തന്നെ ബിസിനസ് മേഖലകളിൽ ബിസിനസ്സുകാർക്ക് പ്രത്യേകമായി കൊണ്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ, എന്തിനു വേണ്ടിയിട്ട അവരുടേതായിട്ടുള്ള മേഖലയിൽ കൃത്യമായി കൊണ്ട് അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ, ആ മേഖലയിൽ കൃത്യമായി കൊണ്ട് ഇടപെടാൻ വേണ്ടിയിട്ട് അതിൽ കഴിവുള്ളവരാകാൻ, മികവുള്ളവരാകാൻ വേണ്ടിയിട്ട ട്രെയിനിങ്ങുകൾ അല്ലേ. എങ്കിൽ ഇതാ 11 മാസക്കാലം, 12 മാസത്തിൽ ഒരു മാസക്കാലം അല്ലാഹു അലക്ഷ്യമായി കൊണ്ട് അശ്രദ്ധയിലൊക്കെ ജീവിച്ച മനുഷ്യർക്ക്, അല്ലെങ്കിൽ കൃത്യമായി കൊണ്ട് തഖ്വയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കൊക്കെ ഓരോരോ അനുഗ്രഹമായി കൊണ്ട് ഒരു മാസക്കാലത്ത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലാഹു നൽകാൻ പോകുക. അതില് നമ്മൾ ശീലിക്കേണ്ടത് എന്തൊക്കെയാ? അതിന് നമ്മൾ പരിശീലിക്കേണ്ട എന്തൊക്കെ? ഒന്നാമതായിക്കൊണ്ട് തഖ്വ തന്നെ. ആ തഖ്വ നേടിയെടുക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇതിലൂടെ നമുക്ക് ചെയ്യാനുള്ളത്. തഖ്വയാണ് നമ്മുടെ ഇന്ധനം എന്നുള്ളത്, അല്ലെ. നമ്മുടെ തഖ്വ, നമ്മുടെ ഇന്ധനം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. തഖ്വയാകുന്ന ഇന്ധനം, ഈ തഖ്വയാകുന്ന ഇന്ധനമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല, അല്ലെ. നമുക്ക് ഒരു വാഹനം അതിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതിന് ആ ഇന്ധനം ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതയാത്ര സ്വർഗത്തിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് തഖ്വയാകുന്ന ഇന്ധനം ആവശ്യമാണ്. എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പാഥേയം ഒരുക്കുക. നിശ്ചയമായി ഏറ്റവും നല്ല പാഥേയം എന്നുള്ളത് അത് തഖ്വയാണ്. കൊണ്ടുപോകാൻ, കൂടെ കൊണ്ടുപോകാൻ നമുക്കുള്ളത് തഖ്വയാണ്. ആ തഖ്വ നേടിയെടുക്കാനുള്ള ഒരു മാസക്കാലത്തെ പരിശീലനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതിൽ ഒന്നാമതായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ആത്മ നിയന്ത്രണത്തിന്റെ മാസമാണ് നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത്, അല്ലെ. നമുക്ക് പരിശീലിക്കാൻ വേണ്ടിയിട്ട്, എന്തിനെ പരിശീലിക്കാൻ? എങ്ങനെ തെറ്റുകളോട് നോ പറയാം, തെറ്റായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കാം, ഒരു മാസക്കാലത്തെ പരിശീലനം, അല്ലെ. ആത്മനിയന്ത്രണത്തിന്റെ പരിശീലനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അല്ലെ, സ്വർഗ്ഗം നേടാനുള്ള വഴിയായിക്കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചതാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, ആരാണോ തന്റെ രക്ഷിതാവിന്റെ മുന്നിലുള്ള ആ നൃത്തത്തെ ഭയപ്പെട്ടുകൊണ്ട്, മനുഷ്യന്റെ അടങ്ങാത്ത അനിയന്ത്രിതമായ ഇച്ഛകളെ കടിഞ്ഞാണിട്ട്, അരുതാത്ത ഇച്ഛകളെ കടിഞ്ഞാണിട്ട് നിർത്തിയത് ആരാണോ അവർക്കാണ് സ്വർഗമുള്ളത്. അവരുടെ അഭയ കേന്ദ്രമാണ് സ്വർഗം. അപ്പോ ഒരു മാസക്കാലത്തെ പരിശീലനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ ഇച്ഛകളോട്, അരുതാത്ത ഇച്ഛകളോട് നോ പറയാൻ നമ്മൾ ശീലിക്കുകയാണ്, അല്ലെ. നമുക്ക് കൃത്യമായിക്കൊണ്ട് അനുഭവിക്കാലോ. റമദാനിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന തെറ്റുകളൊക്കെ പല ആളുകളും അത് ചെയ്യൂല. എന്തേ കാരണം? നമ്മൾ പരിശീലിക്കുകയാണ്. അത് വീണ്ടും തുടർന്നു കൊണ്ടുപോകാനുള്ളത്, ഒരു മാസക്കാലം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല, അല്ലെ. തെറ്റുകൾ നമ്മൾ മാറി നിൽക്കും, തെറ്റിനോട് നമ്മൾ നോ പറയില്ല. പരിശുദ്ധ റമദാനാണ്, അല്ലെ. പരിശുദ്ധ റമദാനാണ് എന്നുള്ള ബോധം നമ്മുടെ തെറ്റിൽ നിന്ന് അകറ്റുകയാണ്, തെറ്റിൽ നമ്മൾ മാറി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അതൊരു പരിശീലനമാണ്. തെറ്റിൽ നിന്നും എങ്ങനെ മാറി നിൽക്കാം എന്ന് നമ്മൾ ശീലിക്കുകയാണ്. അതിന് ശീലിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് പരിശുദ്ധ റമദാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് നിങ്ങൾക്കുള്ള പരിചയാണ്, അല്ലെ. പരിച എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കളരി അല്ലെങ്കിൽ നമുക്കെതിരെയുള്ള വെട്ടും കുത്തുമൊക്കെ പരിച കൊണ്ട്
തടഞ്ഞു നിർത്താൻ പറ്റും. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന തിന്മകളെ, അരുതായ്മകളെ, അധാർമികതയെ ഒക്കെ ഈ നോമ്പാകുന്ന പരിച കൊണ്ട് നമ്മളിങ്ങനെ പ്രതിരോധിക്കുകയാണ്, അല്ലെ? ആ നോമ്പുണ്ടെങ്കിൽ നമ്മൾ ആ തെറ്റുകളൊന്നും ചെയ്യൂല, ആ തിന്മകളൊക്കെ നമ്മളിങ്ങനെ. അല്ലാഹു റസൂൽ പറഞ്ഞ എന്ത് വലിയ ഉദാഹരണമാണ്. ഒരു പരിച പോലെ നോമ്പ് നമുക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കണം. തെറ്റുകളൊന്നും നമ്മൾ ചെയ്യാതെ ആ തെറ്റുകളൊക്കെ തടഞ്ഞു നിർത്തുക എങ്കിൽ അതൊരു ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്. തുടർന്നുള്ള മാസക്കാലങ്ങളിലും അത് വേണം. അപ്പോഴാ നോമ്പ് കൊണ്ട് തെക്കുമുണ്ടായിരുന്നു പറയാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ആ നോമ്പ് കഴിയുന്നതോടുകൂടി വീണ്ടും ആ തെറ്റിലേക്ക് പോകുക എന്നുള്ളത് തെക്കുവയുടെ ലക്ഷണമല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാൻ നമുക്ക് ഇങ്ങനെ ആത്മനിയന്ത്രണത്തിന്റെ ഒരു പരിശീലനമായി കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മല്ലം യദ ഖൗല സൂരി വൽ അമൽ ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തുആമുഹു വശറാബുഹു. അല്ലാഹു റസൂൽ പറയാ, ഒരു മനുഷ്യൻ അവന് നോമ്പിൽ എന്ത് ചെയ്യുന്നില്ല, റമദാനിൽ എന്ത് ചെയ്യുന്നില്ല, അവന് ചീത്ത വാക്കുകൾ ഒഴിവാക്കുന്നില്ല, മോശമായ സംസാരങ്ങൾ ഒഴിവാക്കുന്നില്ല, ചീത്ത പ്രവൃത്തികൾ ഒഴിവാക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവന്റെ നോമ്പ് കൊണ്ട് ഒരു ഫലവുമില്ല, ഒരു പ്രയോജനവുമില്ല. അള്ളാഹ്ക്ക് ഒരു നിർബന്ധമില്ല എന്ന് പറഞ്ഞു. അവന് വെറുതെ വെള്ളം കുടിക്കാതിരിക്കണം, അവൻ വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. അങ്ങനത്തെ ചീത്ത പ്രവൃത്തികളും ചീത്ത വാക്കുകളും ഒഴിവാക്കാത്തവൻ വെറുതെയാണ് പട്ടിണി കിടക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നോമ്പ് നമുക്കൊരു മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ഒരു സുവർണാവസരമായി കൊണ്ട് നമ്മൾ ഈ നോമ്പിനെ കാണേണ്ടതുണ്ട്. നോമ്പെന്ന് പറയുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് ഒരു ആലങ്കാരിക പ്രയോഗമല്ല. സത്യവിശ്വാസികൾക്ക് പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള ഒരുപാട് അവസരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ അവന്റെ മുന്നിൽ തുറന്നു കൊടുക്കുന്നത്, അല്ലെ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ ജാഅ റമദാൻ, പരിശുദ്ധ റമദാൻ സമാഗതമായി കഴിയുമ്പോൾ ഖുതിയത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. വഗുല്ലികത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. വസുഫിദത്തിശ് ശയാത്തീൻ, പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുകയാണ്, അല്ലെ? നന്മക്കുള്ള അവസരം യഥേഷ്ടം അവന്റെ മുന്നിൽ തുറക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ആ പരിശുദ്ധ റമദാൻ ഇങ്ങനെ വിളിച്ചു പറയുമെന്ന, യാ ബാഇയൽ ഖൈർ അക്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരിക, നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരിക. യാ ബാഇയശ് ശർർ, തിന്മ ആഗ്രഹിക്കുന്നവരെ അക്സിർ, ഒഴിവാക്കുക, ചുരുക്കുക എന്ന് പരിശുദ്ധ റമദാൻ ഇങ്ങനെ വിളിച്ചു പറയുമെന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു നന്മയുടെ പൂക്കാലത്തിലേക്ക്, ആ നന്മയുടെ വസന്തത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നോമ്പിനെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് ഹദീസുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മഹത്വങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പാപമോചനം എന്ന് പറയുന്നത്, മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അപ്പോൾ നിങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്, മൻ സ്വമ റമളാന, ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്താൽ, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അവിടെ രണ്ട് കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ നോമ്പെടുത്ത് എല്ലാവർക്കും അത് കിട്ടൂല. ഏത് രീതി നോമ്പെടുക്കണം? മൻ സ്വമ റമളാന ഈമാനൻ, ഒന്ന് ഈമാൻ ഉറപ്പോടുകൂടി, വിശ്വാസത്തോടുകൂടി, അല്ലെ? ആ വിശ്വാസം നേരെയാക്കിക്കൊണ്ട്, അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടി, പിന്നെയോ വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, റബ്ബിന്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട്, നാളെ റബ്ബിന്റെ കോടതിയിൽ എനിക്കിതിന് കൂലി കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുക്കണം. എല്ലാരും നോമ്പെടുക്കുന്നു, അപ്പൊ ഞാൻ മാത്രം നോമ്പെടുത്തില്ലെങ്കിൽ ആൾക്കാരെന്താ വിചാരിക്കുക? അല്ലെങ്കിൽ ഞാൻ മാത്രം നോമ്പെടുത്തിട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് വിചാരിച്ച് ഞാനും എന്നാ നോമ്പെടുക്കട്ടെ എന്നുള്ള ചിന്ത അതാകരുത്. മറിച്ച് ഈമാനോടുകൂടി, ഇഹ്തിസാബോടുകൂടി നോമ്പെടുക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുമെന്ന. നോമ്പെന്ന് പറയുന്നത് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു കരാറാണ്. മറ്റുള്ള കർമ്മങ്ങളൊക്കെ പരോക്ഷമാണ്, പുറമെ കാണും. നമസ്കാരമാകട്ടെ,
അതുപോലെ തന്നെ മറ്റു ഉംറയാകട്ടെ, നമ്മുടെ മറ്റുള്ള ആരാധന കർമ്മങ്ങളൊക്കെ അതൊക്കെ പ്രത്യക്ഷമാണ്, പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. എന്നാൽ ഒരു മനുഷ്യന് നോമ്പുണ്ടോ ഇല്ലേ എന്ന് മറ്റൊരാൾക്ക് അറിയാൻ പറ്റും, അല്ലെ? ആർക്കും നോമ്പുകാരനായിട്ട് ഒരാളുടെ മുന്നിൽ നിൽക്കാൻ പറ്റും? അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ അവന് നോമ്പുണ്ടോ ഇല്ലെന്ന്, അല്ലെ? ആ രീതിയിൽ അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് അസ്സൗമു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാ, ഞാൻ അതിനെ പ്രതിഫലം നൽകും. ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അള്ളാഹ്ക്കുള്ളത് തന്നെയല്ലേ. പക്ഷെ നോമ്പിനെ പറ്റി അള്ളാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞ് അസ്സൗമു ലീ, നോമ്പുണ്ടല്ലോ അത് എനിക്കുള്ളതാ, വഅന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം കൊടുക്കും, ഞാൻ അതിന് കൂലി കൊടുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നോമ്പുകാരനുള്ള സന്തോഷത്തെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ സന്തോഷിക്കുകയാണ്. എപ്പോഴോ ഇദാ അഫ്തറ, ആ നോമ്പ് തുറക്കുമ്പോ, ആ നോമ്പ് തുറക്കുന്നതിലുള്ള ഒരു സന്തോഷം, ഒരു ആനന്ദം, ഈ ആനന്ദം നമുക്ക് ദുനിയാവിൽ വെച്ച് കിട്ടും. ഇനിയോ രണ്ടാമതൊരു സന്തോഷമുണ്ട്, രണ്ടാമതൊരു വലിയ ആനന്ദമുണ്ട്. അതെപ്പോഴാണെന്നറിയോ? നാളെ പരലോകത്താണത്. ആ രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ളതാണ്. റബ്ബിനെ കണ്ടുമുട്ടുമ്പോണ്ടാകുന്ന സന്തോഷ നോമ്പുകാരന് അങ്ങനെ റബ്ബിനെ, പടച്ച റബ്ബിനെ കാണുവാൻ, കണ്ടെത്തുവാനുള്ള വലിയ സന്തോഷം, വലിയ സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നോമ്പുകാർക്ക് ലഭിക്കുന്ന ഒരുപാട് മഹത്വങ്ങളിൽ പെട്ട ഒന്നാണ് സലാസത്തുൻ ലാ തുറദ്ദു ദഅവതഹും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്, നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കാറുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സുദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 3 വിഭാഗം ആളുകളുടെ പ്രാർത്ഥന റബ്ബ് തട്ടിക്കളയുകയില്ല. അതായത് നോമ്പുകാരന്റെ പ്രാർത്ഥന നോമ്പ് തുറക്കുന്നവരെയുള്ള സമയത്ത് അവന്റെ പ്രാർത്ഥന റബ്ബ് തട്ടിക്കളയുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ധാരാളമായിക്കൊണ്ട് പ്രാർത്ഥന മനസ്സുമായിക്കൊണ്ട് കർമ്മനിരതമാകുവാൻ, പ്രാർത്ഥന നിരതമാകുവാൻ ഈ പരിശുദ്ധ റമദാൻ നമുക്ക് സഹായകമാകേണ്ടതുണ്ട്. പ്രകാരം തന്നെ പ്രിയപ്പെട്ടവരെ, റയ്യാൻ എന്നുള്ള കവാടം, സ്വർഗത്തിന്റെ കവാടം അള്ളാഹു തയ്യാറാക്കിയത് നോമ്പുകാർക്ക് വേണ്ടിയിട്ടാണ്, നോമ്പുകാർക്ക് വേണ്ടി മാത്രമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നതി ബാബൻ, സ്വർഗ്ഗത്തിനൊരു കവാടമുണ്ട്, യുഖാലു ലഹു റയ്യാൻ, റയ്യാൻ എന്നാണ് കവാടത്തിന്റെ പേര്. യദ്ഖുലു മിൻഹു സ്വാഇമൂന യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് നോമ്പുകാരാണ് അതിലൂടെ കടന്നു ചെല്ലുക. അതെ, ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും, നോമ്പുകാരല്ലാത്ത ഒരാൾക്കും അതിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. യഖാൽ ഐന സ്വാഇമൂൻ, അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുമെന്ന, എവിടെ നോമ്പുകാർ, എവിടെ നോമ്പുകാർ എന്ന് അവിടെ നിന്ന് ഇങ്ങനെ വാതിൽ, ആ കവാടത്തിൽ നിന്ന് വിളിച്ചു പറയും. ഫയഖൂമുന ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹും ഫഇദാ ദഖലൂ ഉലിക ഫലം യദ്ഖുൽ മിൻഹു അഹദുൻ, നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം പൊട്ടിയടക്കപ്പെടും, പിന്നീട് അതിലെ ഒരാൾക്കും പ്രവേശിക്കാൻ സാധിക്കുകയില്ലെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള, ആ സ്വർഗത്തിലേക്ക് പെട്ടെന്ന് എത്തുവാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ മഹത്തരമായിട്ടുള്ള സുദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. നല്ല മനസ്സോടുകൂടി, നല്ല നീയത്തോടുകൂടി നമ്മളിതാ ഒരുങ്ങി, എല്ലാ നിലക്കും ഒരുങ്ങി തയ്യാറായി നിൽക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് മാസം കാണുകയാണെങ്കിൽ നാളെ പരിശുദ്ധ റമദാൻ 1 അല്ലെ? മാസം കണ്ടിട്ടില്ലെങ്കിൽ 30 പൂർത്തീകരിച്ച് മറ്റന്നാള് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാനും അമൽ സ്വാലിഹാത്തുകൾ നിർവഹിക്കുവാനും അങ്ങനെ റയ്യാൻ എന്ന കവാടത്തിലുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
സർവ്വലോകരക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിധിവിലക്കും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെക്കുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഒരിക്കൽ കൂടി ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് പരിശുദ്ധ റമദാൻ, ആ റമദാനിൽ നോമ്പെടുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയായിട്ടുള്ള സ്വബോധമുള്ള മുഅ്മിനായിട്ടുള്ള ഏതൊരാൾക്കും നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കർമ്മങ്ങൾക്കും നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മങ്ങൾ പരിഗണിക്കുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ മനസ്സിന്റെ ആ ഒരു കരുതൽ, ആ ഉദ്ദേശം, അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളൊക്കെ പരിഗണിക്കുക. ഇപ്പൊ നോമ്പിനും നിയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഈ നിയ്യത്ത് എങ്ങനെയാണ്? എന്താണ് ഈ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ കരുതലാണ്, മനസ്സിൽ കരുതൽ, അല്ലെ? പരിശുദ്ധ റമദാനിലെ ഫർളായിട്ടുള്ള നാളത്തെ നോമ്പ്, അപ്പൊ ഒന്നാമത്തെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുകയാണ്, എടുക്കുക, അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നോൽക്കുകയാണെന്നുള്ള ഒരു കരുതൽ അത് തലേന്നുണ്ടാകണം. അല്ലെങ്കിൽ പ്രഭാതത്തിന് മുമ്പായിക്കൊണ്ട് ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. വെറുതെ അങ്ങോട്ടെങ്ങനെ മുമ്പെടുത്ത് കൂട്ടില്ല, മറിച്ച് ഒരു ബോധം, ഒരു കരുതൽ അത് മനസ്സിലുണ്ടാകുക തന്നെ വേണം. ഫർളായിട്ടുള്ള നോമ്പിന് ഈ പ്രഭാതത്തിന് മുമ്പ് തന്നെ നിയ്യത്ത് വെക്കണം. എന്നാൽ സുന്നത്തായിട്ടുള്ള നോമ്പാണെങ്കിൽ അത് പ്രഭാതം കഴിഞ്ഞും നിയ്യത്ത് ആക്കാവുന്നതാണ്. കാരണം അല്ലാഹുവിന്റെ പ്രവാചകനൊക്കെ ആയിഷ ബിയോട്, പ്രവാചകന്റെ ഭാര്യമാരോട് ചോദിക്കും, രാവിലെ ആയി കഴിഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല പ്രവാചകൻ എന്ന് പറയുമ്പോൾ റസൂൽ അപ്പം പറയും, എന്നാ എനിക്കൊന്ന് നോമ്പാണ്, സുന്നത്ത് നോമ്പാണ്, അല്ലെ? അങ്ങനെയാണ്. അപ്പോ ഫർളായിട്ടുള്ള നോമ്പ് അത് നമ്മളൊരു നിയ്യത്ത് കൃത്യമായി കൊണ്ടുപോകും. അതൊരിക്കലും ചൊല്ലി പറയേണ്ടതില്ല, അത് നാളുകൊണ്ട് ഉച്ചരിക്കലല്ല. നിയ്യത്ത് എന്ന് പറയുന്നത് മനസ്സിൽ കരുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്രകാരം തന്നെ ഈ ഒരു പരിശുദ്ധ റമദാനിൽ പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊക്കെ തറാവീഹ് നിസ്കാരത്തിന് വളരെ ആവേശത്തോടു കൂടി നമ്മളൊക്കെ പങ്കെടുക്കാറുണ്ട്. ഈ തറാവീഹ്, ഖിയാമു റമദാൻ, തഹജ്ജുദ്, വിത്ർ, ഖിയാമുൽ ലൈൽ, ഇതൊക്കെ ഒന്നാണ്. പേരുകൾ സന്ദർഭത്തിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഒന്നാണ്. നമ്മൾ തിരിച്ചറിയും. ഇത് റമദാനിൽ മാത്രമുള്ള സംഗതിയില്ല. ചില ആൾക്കാർ വിചാരിച്ച ഇത് റമദാനിൽ മാത്രമുള്ളതാണ്. അല്ല, എല്ലാ ദിവസവും ഉള്ളതാണ്. പക്ഷെ റമദാനിൽ നമ്മൾ പ്രത്യേകമായിക്കൊണ്ട് ഒരു ഇമാമിന്റെ കീഴിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് 2 റക്അത്ത് 4 റക്അത്ത് റെസ്റ്റ് എടുത്ത് നിസ്കരിക്കുന്നുണ്ട്. അതിന്റെ പേര് തറാവീഹ് അല്ലെങ്കിൽ ഖിയാമു റമദാൻ എന്ന് പറയും. ഇത് നമ്മൾ ഉറങ്ങിയിട്ട് നിസ്കരിക്കണം. ഒരാൾ റമദാനില് ഇശാ കഴിഞ്ഞ് ഉറങ്ങി സുബൈക്ക് മുമ്പ് എഴുന്നേറ്റാണ് നിസ്കരിക്കുന്നെങ്കിലോ തഹജ്ജുദ്, അതിന്റെ പേര് മാറി തഹജ്ജുദ് എന്നാവും. ഒറ്റയിൽ അവസാനിപ്പിക്കുന്നത് കൊണ്ട് വിത്ർ എന്ന പേരും അതിനുണ്ട്, അല്ലെ? 1, 3, 5, 7, 9, മാക്സിമം 11. ഇത് എവിടുന്ന് കിട്ടിയതാ? ആയിഷ ബീവി റളിയല്ലാഹു പറയുന്നുണ്ട്, പ്രവാചകന്റെ നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നു റമദാനില്. അള്ളാഹുവിന്റെ നിസ്കാരം, രാത്രി നിസ്കാരം എങ്ങനെയാണ്? അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു പറയുന്നുണ്ട്, മാകാന യസീദു ഫി റമദാന വലാ ഫി ഗൈരിഹി അലാ 11 റകഅത്തൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 റകഅത്തിൽ കൂടുതൽ അധികരിപ്പിച്ചിട്ടില്ല. റമദാനിൽ മാത്രമല്ല പറഞ്ഞത്, റമദാനിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ 11 റകഅത്തിൽ കൂടുതൽ അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കാൻ നമുക്ക് കഴിയണം. ആയിഷ ബീവി റളിയല്ലാഹു പറയുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസാണ്. പിന്നെന്തിനാ നമുക്ക് സംശയം, അല്ലെ? 11 റകഅത്ത്, അതിൽ കൂടുതൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികരിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കൃത്യമായി കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ അതിനെ നോക്കിക്കാണണം. അപ്പോ ഒരു തറാവീഹ് ഒരാള് 11 റകഅത്ത് ഇമാമോട് കൂടി നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവിടെ തഹജ്ജുദ് ഇല്ല. റമദാനിൽ 11 റകഅത്ത് ഒരാൾ ഇമാമോട് കൂടി തറാവീഹ് നിസ്കരിച്ചു, പിന്നെ അവിടെ അദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരു വിത്രോ അല്ലെങ്കിൽ ഒരു ഖിയാമുൽ ലൈൽ ഒന്നുമില്ല.
11 റക്അത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടാൻ പറ്റില്ല എന്നത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കി. അതുകൊണ്ട് മാക്സിമം 11 റക്അത്ത്, അതാണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരിയായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട മറ്റൊരു നോമ്പുമായി ബന്ധപ്പെട്ട മര്യാദയാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ അത്താഴം കഴിക്കണം. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക്കത്തുൻ. ആ അത്താഴത്തിൽ ബർക്കത്തുണ്ട്. അതൊരു ബർക്കത്ത് കിട്ടാണ്ട് അത് ആർക്കേ കിട്ടുള്ളൂ? ആ അത്താഴം കഴിക്കുന്ന ആർക്കേ കിട്ടുള്ളൂ. മറ്റൊരു ഹദീസിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങൾ വേദക്കാരുമായി കൊണ്ട് വ്യത്യസ്തരാകണം. വേദക്കാർക്ക് നോമ്പുണ്ട് അല്ലേ, പക്ഷെ അവരുടെ നോമ്പിന്റെ വ്യത്യാസം എന്താ? അവർക്ക് അത്താഴമില്ല, പക്ഷെ നമുക്ക് അത്താഴമുണ്ട്. അപ്പൊ നമ്മൾ അത്താഴം കഴിക്കണം, അത് സുന്നത്താണ്. അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. ചില ആൾക്കാരുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ അത്താഴമൊന്നും കഴിക്കാതെ അങ്ങനെ അങ്ങോട്ട് നോമ്പെടുക്കുന്ന ആൾക്കാർ, അത് ശരിയല്ല. അപ്പൊ അത് ആ ഒരു മര്യാദയും ഒക്കെ നമ്മൾ കൃത്യമായിക്കൊണ്ട് പാലിക്കണം. അപ്രകാരം തന്നെ ഇപ്പൊ നമ്മള് പിന്നെ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാങ്ക് വിളിക്കുകയാണെങ്കിൽ, ബാങ്ക് കേൾക്കുകയാണെങ്കിൽ ആ കയ്യിലുള്ളത് അത് മുഴുവിപ്പിക്കാനുള്ള ഒരു അവസരം, ഒരു അളവ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാങ്ക് കൊടുക്കുന്നു, ആ വെള്ളം പൂർത്തീകരിച്ചിട്ട് വെച്ചാൽ മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് നൽകിയതാണ്. എന്ന് വിചാരിച്ചിട്ട് കുറേ കഴിക്കാന്നുള്ളതല്ല. കുറേ ഭക്ഷണമുണ്ട്, ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയത് ഒക്കെ തിന്നെടുക്കാൻ ഒരു മര്യാദ നമുക്കറിയാലോ, ഓരോരുത്തർക്കും അറിയാലോ അതിന്റെ ഒരു പിന്നെ രീതി. അതിനനുസരിച്ച് ആ ഇളവുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. അത്താഴം ചിന്തിപ്പിക്കുവാനും നോമ്പ് തുറ ഇഫ്താർ ധൃതിപ്പെടുത്താനുമാണ് സുന്നത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യസാലു നാസു ബിഖൈരി മാ അജ്ജലു അൽ ഫിത്ർ. നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും. അപ്പൊ ഇവിടെയും ചില വസ്വാസുകളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ, നോമ്പ് തുറക്കുന്ന സമയത്ത് എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. ചില ആൾക്കാരൊക്കെ വിചാരം എന്ന് വെച്ചാല് ബാങ്ക് കേട്ടാൽ മാത്രമേ നോമ്പ് തുറക്കാൻ പറ്റുള്ളൂ. അതന്നെ നമ്മളെ മഹലിലെ ബാങ്ക് തന്നെ കേൾക്കണം, അല്ലെങ്കിൽ നമ്മളെ ജുമുഅത്ത് പള്ളിയിലെ ബാങ്ക് തന്നെ കേൾക്കണം, എങ്കിൽ മാത്രമേ നോമ്പ് ശരിയാകൂ എന്നുള്ള ഒരു പിടിവാശി. അല്ല, ബാങ്ക് കേൾക്കുക എന്നുള്ളതല്ല നോമ്പ് തുറക്കാനുള്ള പിന്നെ നിബന്ധന. സമയമാവുക എന്നുള്ളതാണ്. സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറന്നോളണം. അത് ബാങ്ക് കേട്ടില്ലല്ലോ, നമ്മളെ പിന്നെ ജുമുഅത്ത് പള്ളിയിലെ ബാങ്ക് കേട്ടില്ല, വെല്ലുവിളിയിലെ ബാങ്ക് കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറഞ്ഞത് ധൃതി കാണിക്കണം എന്നാണ്. ഒരു സെക്കൻഡ് അങ്ങോട്ട് വൈകിപ്പിക്കാൻ പാടില്ല. അത് നന്മയല്ല. നന്മ എന്ന് പറഞ്ഞത് ആ സമയമായി കഴിഞ്ഞാൽ നോമ്പ് തുറക്കുക, അപ്പോഴാണ് ജനങ്ങൾ നന്മയിലാകുക എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മര്യാദകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി കൊണ്ട് ശീലിക്കുക. അപ്രകാരം തന്നെ അത്താഴമൊക്കെ ചിന്തിപ്പിക്കാൻ റസൂൽ പഠിപ്പിച്ചത്. അപ്പൊ അത്താഴത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹദീസിൽ കാണാൻ കഴിയും എത്ര സമയം ഉണ്ടായിരുന്നു ബാങ്കിനും അത്താഴത്തിനും ഇടയിൽ. ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 50 ആയത്ത് ഓതുന്ന സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നാണ്. അത്താഴത്തിനും സുബഹി ബാങ്കിനും ഇടയിൽ ഒരു 50 ആയത്ത് ഓതുന്ന ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ മര്യാദകളൊക്കെ നമ്മൾ പാലിക്കുക. അങ്ങനെ നമ്മുടെ കർമ്മങ്ങൾ കുറ്റമറ്റതാക്കി തീർക്കുക. എങ്ങനെങ്കിലൊക്കെ എടുക്കുക എന്നുള്ളതല്ല, അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ കർമ്മങ്ങൾ എടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പരിശുദ്ധ റമദാനിൽ നോമ്പെടുക്കുവാനും ഇബാദത്ത് നിർവഹിക്കുവാനും വലിയ തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പ്രത്യേകമായി കൊണ്ടുള്ള വരുമാനങ്ങളൊന്നുമില്ല, മറിച്ച് നമ്മുടെ സുമനസ്സുകളായിട്ടുള്ള ആളുകളുടെ വലിയ സഹകരണം കൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാണുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയ വലിയ നമ്മുടെ ധാരാളം നല്ല മനസ്സുള്ള സഹോദരങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് റമദാനിലെ കളക്ഷനുകളാണ് ഈ പള്ളിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് അടുത്ത വെള്ളിയാഴ്ച നമ്മളൊന്ന് നേരത്തെ തന്നെ ഒരുങ്ങി വരണം, നെയ്യത്താക്കിയിട്ട് നേരത്തെ തന്നെ അടുത്ത വെള്ളിയാഴ്ച നമ്മുടെ ഈ പള്ളിയുടെ കളക്ഷനാണ്. എന്റേതായിട്ട് ഈ പള്ളിയിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകണം എന്ന് നമ്മൾ വിചാരിക്കുക. അതേപോലെ കാർപ്പറ്റ് കൊടുത്ത ആളുകളുണ്ട്, AC സംവിധാനങ്ങൾ ചെയ്ത ആളുകളുണ്ട്, മറ്റൊരു അനുബന്ധ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുക എന്റേതായിട്ട് എന്തെങ്കിലും പള്ളിയിൽ, അതൊക്കെ സ്വതക്കത്തും ജാരി, ഈ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം, ഇവിടെ ഇബാദത്തുകൾ നിർവഹിക്കപ്പെടുന്ന കാലത്തോളം അതിന്റെ പുണ്യം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള നല്ല ഒരു നിയ്യത്ത് വെച്ചുകൊണ്ട് നമ്മൾ സഹകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.